ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മലപ്പുറം ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാർ. 1-ാം പ്രതി ഷൈബിൻ, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി. 9 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി അല്പസമയത്തിനകം. ഒറ്റമൂലി രഹസ്യമറിയാൻ മൈസൂർ സ്വദേശിയായ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയത് 2019. അനിശ്ചിതകാല നിരാഹാര സമരവുമായി ആശാ വർക്കർമാർ. ആദ്യഘട്ടത്തിൽ നിരാഹാരമിരിക്കുക 3 ആശാപ്രവർത്തകർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയെ കാണാൻ സമയം തേടിയെന്ന് മന്ത്രി. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ. അംഗനവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം നിയമസഭയിൽ. ആശാ വർക്കർമാരെ പോലെ സർക്കാർ അംഗനവാടി ജീവനക്കാരെയും ചവിട്ടിമെതിക്കുന്നുവെന്ന് പ്രതിപക്ഷം. വകുപ്പ് മന്ത്രി എത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന നജീബ് കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് മന്ത്രി പി രാജീവ്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ റോഡ് ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം. 5 തെങ്ങ് മുതൽ പെരുമാതുറ വരെയുള്ള തീരദേശ റോഡ് ഉപരോധത്തിൽ കുടുങ്ങി യാത്രക്കാർ. കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്ന് ആവശ്യം. +2 മലയാളം ചോദ്യപേപ്പറിൽ അടിമുടി അക്ഷരത്തെറ്റുകൾ. 27 ചോദ്യങ്ങളിൽ 14 അക്ഷരത്തെറ്റുകൾ. ഒരു ചോദ്യത്തിൽ തന്നെ 4 അക്ഷരത്തെറ്റുകൾ. ബലാത്സംഗ കേസിൽ വിവാദ നിരീക്ഷണവുമായി അലഹബാദ് ഹൈക്കോടതി. പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗമോ ബലാത്സംഗ ശ്രമമോ ആയി കാണാനാവില്ലെന്ന് നിരീക്ഷണം. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ മാറ്റം വരുത്താനും ഉത്തരവ്. ആരാധകർ കാത്തിരുന്ന എമ്പുരാൻ ട്രെയിലർ പുറത്ത്. റിലീസ് ആശീർവാദ് ഫിലിംസിന്റെ യൂട്യൂബ് അക്കൗണ്ട് വഴി. റിലീസ് ചെയ്ത് 7 മണിക്കൂറിൽ കണ്ടത് 13 ലക്ഷത്തിലധികം ആളുകൾ. ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്റർ സഹായമില്ലാതെ ശ്വസിക്കാൻ തുടങ്ങിയെന്ന് വത്തിക്കാൻ. ശ്വാസകോശ അണുബാധയെ തുടർന്ന് മാർപാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ മാസം. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. നെറ്റ്സാരീം ഇടനാഴി ഇസ്രായേൽ സൈന്യം തിരിച്ചുപിടിച്ചു. ബോംബാക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 436 പലസ്തീനുകൾ. പുതിയ ബോംബാക്രമണം തുടക്കം മാത്രമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു.